ക്ലാസ് 8 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇത് ബേസ് ആയിട്ടാണ് നമ്മളുടെ ഇനിയുള്ള അടുത്ത ചാപ്റ്റേഴ്സൊക്കെ വരുന്നത്. സോ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം, ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ഒരാൾ തൊട്ടടുത്തുള്ള ആളോട് പറയാണ് ഈ കാറിൻ്റെ എൻജിന് ജപ്പാനിൽ നിന്നും ബാക്കിയുള്ള എല്ലാ പാർട്സും ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുട്ടി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ജപ്പാനിൽ ഉണ്ടാക്കിയ എൻജിനും മറ്റു പാർട്സൊക്കെ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇന്ത്യയിലുള്ള പാർട്സുമായിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ആ കുട്ടിയുടെ ഡൗട്ട്. സോ ഈ ഒരു ഡൗട്ടിനുള്ള ആൻസർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വന്നിട്ടുള്ളത്. സോ താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കുക. അതിലൊന്നാമത്തെ ചിത്രത്തിൽ ഇവിടെ ഒരാൾ കുഴി അളക്കുകയാണല്ലേ, കുഴിയുടെ ആഴം അളക്കുകയാണ്. ആഴം എങ്ങനെയാണ് അളക്കുന്നത്? നീളം, കുഴിയുടെ നീളമാണ് അളക്കുന്നത്, താഴോട്ടുള്ള ഡെപ്താണ് അളക്കുന്നത്. അപ്പോൾ അവിടെ ലെങ്ത് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതിൽ വെജിറ്റബിൾസിൻ്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് ആണ് അളക്കുന്നത്. മൂന്നാമത്തെ ചിത്രത്തിൽ ഷർട്ടിൻ്റെ സ്ലീവ്സിൻ്റെ അളവ്, നീളമാണ് അളക്കുന്നത്. ഇനി നാലാമത്തെ ചിത്രത്തിൽ ഒരു കുട്ടി ഓടുന്നുണ്ട്. ആ കുട്ടി എത്ര നേരം കൊണ്ട് ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു, ആ കുട്ടിയുടെ സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു ടൈമാണ് അളക്കുന്നത്. അഞ്ചാമത്തെ ചിത്രത്തിൽ ഒരാളുടെ പ്രഷർ, BP ആണ് അളക്കുന്നത്, ബ്ലഡ് പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. ആറാമത്തെ ചിത്രത്തിൽ ഒരു ആളുടെ ടെമ്പറേച്ചറാണ് അളക്കുന്നത്. സോ അതിനനുസരിച്ച് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് പറയുക, ലെങ്ത്ത്, മാസ്, ടൈം, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അതൊക്കെ ഓരോരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. അതനുസരിച്ച് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം. ഈ ടേബിളിൽ ഒന്നാമത് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെഷറിങ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്, ഒരു കുഴിയുടെ ആഴമാണ് അളക്കുന്നത്. അവിടെ നമ്മൾ ലെങ്ത് എന്നാണ് എഴുതേണ്ടത്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും എല്ലാത്തിനെയും നമ്മൾ ലെങ്ത് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സോ ഇവിടെ ലെങ്ത് എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത്തേതിൽ മെഷറിങ് ദ വെജിറ്റബിൾസ്, വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്, കുറച്ച് വെജിറ്റബിൾസിൻ്റെ വെയിറ്റ് ആണ് അളക്കുന്നത്. സോ അവിടെ നമ്മൾ മാസ് എന്നാണ് പറയേണ്ടത്. മാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് തന്നെ. ടേക്കിംഗ് മെഷർമെൻറ്റ് ബൈ എ ടൈലർ, ഒരു ടൈലർ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത്? ലെങ്ത്. നാലാമത്തേതിൽ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്, സ്റ്റോപ്പ് വാച്ച്, ഒരു റേസിലെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടൈം അളക്കാൻ വേണ്ടിയിട്ടാണ്, സമയം. അതുപോലെ തന്നെ ബാക്കി വരുന്ന കോളംസും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അളക്കാൻ കഴിയുന്ന എന്തും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പം ക്വാണ്ടിറ്റീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ടൈം, ലെങ്ത്ത്, ഏരിയ, വോളിയം, ഇതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. ഈ ക്വാണ്ടിറ്റീസിൽ ചിലതിന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിവുണ്ട്, അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അതായത് ഇപ്പം ഏരിയ നമ്മൾ അളക്കുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ടിൻ്റെ ഏരിയ നമ്മൾ അളക്കുകയാണ്. അപ്പം ഏരിയയുടെ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതാറുള്ളത്? L/B. അപ്പം ഈ ഏരിയയ്ക്ക് ഇവിടെ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഡിപ്പെൻഡ് ചെയ്യേണ്ട, ലെങ്ത്തിനൊന്നും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ടൈമിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, പക്ഷേ വോളിയം, ഏരിയ അല്ലെങ്കിൽ പെരിമീറ്റർ എന്നിവയ്ക്കൊക്കെ ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഡിപ്പെൻഡ് ചെയ്യാത്തവയെ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. സോ ഇതിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ താഴെയുള്ള ആ ഒരു കോളം കൂടി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ചിത്രത്തിനനുസരിച്ച് കോളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കോളം കൂടി ഫില്ല് ചെയ്താൽ നമ്മളുടെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇതിലെ ബേസിക് ആയിട്ടുള്ളത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ചിത്രത്തിൽ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തതിൽ ഹൈറ്റാണ് മെഷർ ചെയ്യുന്നത്. സോ ഹൈറ്റിനെയും ബ്രെഡ്ത്തിനെയും ലെങ്ത്തിനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ലെങ്ത് എന്നാണ് പറയുക. അപ്പോൾ ലെങ്ത് എന്ന് എഴുതി കൊടുക്കാം. മൂന്നാമത്തേതിൽ വെയിറ്റാണ് മെഷർ ചെയ്യുന്നത്.
അപ്പം മാസ് എന്നോ വെയിറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. മാസ്. ബാക്കിയുള്ള നിങ്ങൾ ചിത്രം അനുസരിച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 എന്ന് ഞാൻ പറഞ്ഞിടുന്നതാണ്. സോ അതൊക്കെ കാണുക, മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ബൈ.